ഇസ്ലാമിന്റെ തൗഹീദ് ഉൾക്കൊള്ളുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നത് ഉൾപ്പെടെയുള്ള പരിശുദ്ധ ഖുർആനിന്റെ മുഴുവൻ സന്ദേശങ്ങളും മനുഷ്യലോകത്തേക്ക് അവതരിപ്പിക്കപ്പെടുന്നത് ജിബ്രീൽ അലൈഹിസ്സലാം എത്തിക്കുന്ന വഹ്യ് മുഖാന്തിരമാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിനെ നമുക്കറിയാം. പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട് വിവിധങ്ങളായ രൂപങ്ങളിൽ രൂപാന്തരപ്പെടാൻ കഴിയുന്ന ഒരു പ്രത്യേക സൃഷ്ടി വിഭാഗമാണ് മലക്കുകൾ എന്ന് നാം പഠിച്ചിട്ടുണ്ട്. ആ മലക്കുകളുടെ നേതാവാണ് ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാം ജീവിക്കുന്നത് ആകാശലോകത്താണ്, അല്ലെങ്കിൽ ആലമുൽ മലക്കുത്തിലാണ്, അല്ലെങ്കിൽ ആലമുൽ അംറിലാണ്. എന്തു പേര് പറഞ്ഞാലും മലയാളത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ ലോകത്താണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ജീവിക്കുന്നത്. നമ്മുടേതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ, നമ്മുടെ കേൾവിയിൽ നിന്നും നമ്മുടെ കാഴ്ചയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ലോകത്താണ് പണ്ഡിതന്മാർ ആലമുൽ അംറെന്നും ആലമുൽ മലക്കൂത്തെന്നും പേരിട്ട് വിളിക്കുന്ന ഒരു പ്രത്യേകമായ ലോകത്താണ് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ജീവിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിക്കുന്നത് നമുക്കിടയിലാണ്, മക്കയിലാണ്, മദീനയിലാണ്. മനുഷ്യർക്കിടയിൽ ആലമുൽ ഖൽഖിലാണ്, സൃഷ്ടി ലോകത്താണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ മനുഷ്യർക്കിടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മനുഷ്യന്റെ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ, മനുഷ്യനിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു ലോകത്ത് ജീവിക്കുന്ന ജിബ്രീൽ അലൈഹിസ്സലാമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന സന്ദേശം കൈമാറിക്കൊടുക്കേണ്ടത്. പരിശുദ്ധ ഖുർആൻ ഉൾക്കൊള്ളുന്ന മുഴുവൻ സന്ദേശങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുക്കേണ്ടത് മനുഷ്യരുടേതിൽ നിന്ന് വ്യത്യസ്തമായ ലോകത്ത് ജീവിക്കുന്ന ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അപ്പോ ഈ ജിബ്രീലിനെ കാണാനും ഈ ജിബ്രീലുമായി ആശയവിനിമയം നടത്താനും ജിബ്രീലിനെ കേൾക്കുവാനും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിക്കണം. സാധാരണ ഒരു കാഴ്ച കൊണ്ട്, സാധാരണ ഒരു കേൾവി കൊണ്ട് നടക്കാത്ത കാര്യമാണിത്. നമുക്കിടയിൽ മലക്കുകളുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് നമുക്കറിയാം. നാം നിസ്കരിക്കുന്ന ജമാഅത്തുകളിൽ, നമ്മുടെ പള്ളികളിൽ, നമ്മുടെ ഇൽമിന്റെ സദസ്സുകളിൽ, നമ്മുടെ ദിക്റിന്റെ മജ്ലിസുകളിൽ, അവിടെയൊക്കെ ധാരാളം മലക്കുകളുടെ സാന്നിധ്യമുണ്ട്. പക്ഷേ ഇത്രയും അധികം മലക്കുകൾ നമുക്കിടയിലൂടെ ഉണ്ടായിട്ട് പോലും ഈ മലക്കുകളുടെ സാന്നിധ്യം അറിയുവാനോ ആ മലക്കുകളെ കാണുവാനോ മലക്കുമായി ആശയവിനിമയം നടത്തുവാനോ നമുക്ക് സാധിക്കുന്നില്ല. ഇതിന്റെ അർത്ഥം മലക്കുകൾ നമുക്കിടയിൽ ഇല്ല എന്നല്ല, മലക്കുകൾ നമ്മുടെ പള്ളികളിൽ വരുന്നില്ല എന്നുമല്ല. മറിച്ച് മലക്കിന്റേതായ രൂപത്തിൽ കാണുവാനും കേൾക്കുവാനുമുള്ള കേൾവിയും കാഴ്ചയും നമുക്കില്ല എന്നാണ്. ഒരു മനുഷ്യരൂപം പ്രാപിച്ചുകൊണ്ട് മലക്ക് നമുക്കിടയിൽ വന്നാലോ വന്നത് മലക്കാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയില്ല. രണ്ടിനും ഹദീസുകളിൽ തെളിവ് കാണാൻ പറ്റും. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷത്ത് ബീവി റളിയല്ലാഹു അൻഹയോടൊപ്പം വീട്ടിലിരിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്ന സംഭവം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വന്നു, റസൂലുള്ളാഹിയെ കണ്ടു, ആശയവിനിമയം നടത്തി. പക്ഷേ തൊട്ടടുത്തിരിക്കുന്ന ആയിഷത്ത് ബീവി റളിയല്ലാഹു അൻഹ ഈ സംഭവം അറിയുന്നില്ല. ജിബ്രീൽ അലൈഹിസ്സലാം ആയിഷ ബീവിയോട് സലാം പറഞ്ഞു. സലാം പറയുമ്പോ ആയിഷ ബീവി സലാം മടക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷത്ത് ബീവി റളിയല്ലാഹു അൻഹയെ വിളിച്ചിട്ട് പറഞ്ഞു, ആയിഷ, ഇവിടെ ജിബ്രീൽ വന്നിരിക്കുന്നു, നിന്നോട് അസ്സലാമു അലൈക്കും എന്ന് സലാം പറയുന്നുണ്ട്. ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോഴാണ് ആയിഷ ബീവി അലൈഹിസ്സലാം എന്ന് സലാം മടക്കുന്നത്. സലാം മടക്കിയ ശേഷം ആയിഷ ബീവി പറഞ്ഞു, തറാ മാലാ അറ, നബിയെ, അങ്ങ് കാണുന്നു ഞാൻ കാണാത്തത്, അങ്ങ് കേൾക്കുന്നു ഞാൻ കേൾക്കാത്തത്. ജിബ്രീൽ ഇവിടെ വന്നു, പക്ഷേ ഞാൻ കണ്ടില്ലല്ലോ. ജിബ്രീൽ സലാം പറഞ്ഞു, പക്ഷേ ഞാൻ കേട്ടില്ലല്ലോ. അപ്പോൾ എന്നിൽ നിന്ന് വ്യത്യസ്തമായ നുബുവത്തിന്റെ പ്രത്യേകതയായ ഒരു കേൾവി, പ്രവാചകത്വത്തിന്റെ പ്രത്യേകതയായ ഒരു കേൾവി, പ്രവാചകത്വത്തിന്റെ പ്രത്യേകതയായ ഒരു കാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ട് എന്ന് ആയിഷത്ത് ബീവി റളിയല്ലാഹു അൻഹ പ്രസ്താവിക്കുന്നു. ഇമാം ബുഖാരി
ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു, നമ്മിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കേൾവിയും ഒരു കാഴ്ചയും ഉണ്ടാകുമ്പോൾ മാത്രമേ ഒരു വ്യക്തി പ്രവാചകനാവുകയുള്ളൂ. പ്രവാചകനാണോ? നമ്മുടേതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കേൾവിയും നമ്മുടേതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ചയും ആ വ്യക്തിക്കുണ്ടായിരിക്കണം. ഉണ്ടാകുമ്പോ മാത്രമേ മുന്നിൽ വരുന്ന ജിബ്രീലിനെ കാണുവാനും ആ ജിബ്രീലുമായി ആശയവിനിമയം നടത്തുവാനും പ്രവാചകന്മാർക്ക് സാധിക്കുകയുള്ളൂ. എന്നാൽ പ്രവാചകന്മാരുടെ സവിശേഷമായ ഈ വ്യക്തിത്വത്തെ അപ്പാടെ നിഷേധിക്കുന്ന ശൈലിയാണ് കേരളത്തിലെ മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിക്കാരും സ്വീകരിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിന്റെ തൗഹീദ് ഉൾപ്പെടെയുള്ള വഹയ്യ്, തൗഹീദ് ഉൾപ്പെടെയുള്ള സന്ദേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകന് ജിബ്രീലിനെ കാണാനുള്ള കണ്ണുണ്ടാകണം, ജിബ്രീലിനെ കേൾക്കാനുള്ള കേൾവി ഉണ്ടാകണം. എന്നാൽ ഇത് രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇല്ലായിരുന്നു എന്നാണ് കേരളത്തിലെ മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.